എന്റെ മോനെ ഹൾക്ക് ആ ഒരു സ്മാഷ് ഉണ്ടല്ലോ, ട്രെയിലർ ഉണ്ട്, അത് സ്പോയിലർ ഒന്നുമല്ല. മാർവൽ മൂവി എപ്പോഴൊക്കെ താഴോട്ട് പോകുന്നു അപ്പോഴൊക്കെ സ്പൈഡർമാൻ അവിടെ എത്തിയിരിക്കും, അവരൊന്ന് പൊക്കിക്കൊണ്ടുവരാൻ. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് നമ്മുടെ സ്പൈഡി മൂവീസ്. സിനിമ കണ്ടെന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ആൻ ആവറേജ് മൂവി. പക്ഷേ ഇത് നിങ്ങൾക്ക് ബാക്കിയുള്ള സിനിമാസ് എല്ലാം കണ്ടാൽ, ഇതിന് മുമ്പുള്ള എല്ലാം കണ്ടാൽ ഈ കഥ മനസ്സിലാവും, അങ്ങനൊന്നുമില്ല. ഫ്രഷ് ആയിട്ടാണെങ്കിലും മനസ്സിലാവും. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ പണിഷറിന്റെ സീരീസ് കണ്ടിരുന്നാൽ ആ ഒരു ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ മനസ്സിലാവും. പക്ഷേ പണിഷർ എന്നുള്ള ക്യാരക്ടർ ഫ്രാങ്കിനെ വലിയ രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. എന്നാൽ പോലും സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ ആൾ കൂടെ ഉള്ളതുകൊണ്ട് ഇയാളൊക്കെ എന്തിനാണോ കൂടെ ഉള്ളത് ചോദ്യം വരാതിരിക്കണമെങ്കിൽ എന്തായാലും പണിഷർ എന്നുള്ള സീരീസ് കണ്ടാലേ മനസ്സിലാവും. എല്ലാ സ്പൈഡർമാൻ സിനിമാസും ഇമോഷണലും ബാക്കി കാര്യങ്ങളും 50-50 കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ ഇതിലൊരല്പം ഇമോഷൻ കൂടിപ്പോയി. അതുകൊണ്ടായിരിക്കും ഒരു ആവറേജ് എന്ന രീതിയിൽ മാറിപ്പോയത്, വേറെ ഒന്നും കൊണ്ടല്ല സംഭവം. പക്ഷേ കളറാണ് ഇതിൻ്റെ കുറച്ച് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോനെ ഹൾക്ക് ആ ഒരു സ്മാഷ് ഉണ്ടല്ലോ, ട്രെയിലർ ഉണ്ട്, അത് സ്പോയിലർ ഒന്നുമല്ല. അതൊക്കെ കുറെ കാലത്തിന് മുമ്പ് കണ്ടു മറന്ന കാര്യം, അത് ഇതിലൊന്ന് വന്നു. സാധനങ്ങൾ കിടിലമാണ്. മാർവൽ ഫാൻസിനെ എല്ലാവരും ഞെട്ടിക്കും, ഓരിത്തെരിപ്പിക്കും എന്നൊന്നും പറയുന്നില്ല. പക്ഷേ കൊള്ളാം. തിയേറ്ററിൽ പോയി തന്നെ കാണുക. സ്പൈഡി ഒരു കാരണവശാലും നിങ്ങൾ വെറുപ്പിക്കലെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമായതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുക. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ.